വയനാട് ചീരാലിൽ വീട്ടുവളപ്പിൽ കരടിയെത്തി. പട്ടഞ്ചിറ വിശ്വനാഥന്റെ വീട്ടുവളപ്പിലാണ് കരടിയെത്തിയത്. കരടി ചക്ക പറിച്ചു തിന്നുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ചീരാലിൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി ഇങ്ങനെ കരടിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് പട്ടഞ്ചിറ കളഞ്ഞൂർക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ്. നൂൽപ്പുഴ പോലീസ് സ്റ്റേഷന്റെ ഒക്കെ അടുത്തുള്ള ഒരു ഭാഗമാണിത്. ഇവിടെയാണ് കരടി എത്തിയത്. വിശ്വനാഥൻ എന്ന അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് എത്തിയത്. ഒരു തവണയല്ല, 2 തവണ എത്തി. ആദ്യം എത്തിയപ്പോൾ വീട്ടുകാർ ബഹളം വെച്ചതോടുകൂടി കരടി അവിടെ നിന്ന് പിൻവാങ്ങി. ചക്ക പറിച്ചു തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പ്ലാവുണ്ട്, വീടിന്റെ മുറ്റത്തൊരു പ്ലാവുണ്ട്. അതിനുശേഷം അല്പം സമയം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും എത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. പിന്നെ മറ്റൊന്നും നോക്കിയില്ല. വിശ്വനാഥന്റെ മകൻ വിനോദ് നേരെ പ്ലാവിൽ കയറി ശേഷിക്കുന്ന ചക്കകളെല്ലാം തന്നെ അതെല്ലാം തന്നെ താഴേക്ക് ഇടുകയാണ് ഉണ്ടായത്. കാരണം ഇനി ഇടയ്ക്ക് ഇങ്ങനെ ഈ കരടി വന്നാൽ സ്വാഭാവികമായും അത് ആശങ്കയുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഒരുപക്ഷെ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ചിലപ്പോൾ മാറാം, അക്രമോത്സുകത കാണിക്കാം. അതുകൊണ്ട് അപകടകാരിയാണ് കരടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേഗം തന്നെ ചക്കയെല്ലാം ഇട്ടത്. ഇപ്പോൾ ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട്. നേരത്തെയും ആശങ്കയുണ്ട്. അത് പുലിയായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ഈ മേഖലയിലുള്ള ആളുകൾക്കുണ്ട്. ഒരു നമ്പ്യാർകുന്ന്, ഇതിനടുത്തുള്ള നമ്പ്യാർകുന്നിൽ നിന്നാണ് ഒരു പുലിയെ കൂടുവെച്ച് പിടികൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇതിനുശേഷവും ഇടയ്ക്കിടെ പുലിയുടെ സാന്നിധ്യമുണ്ട്. കരടി ഏതാനും ദിവസങ്ങളായി ഇവിടെയുണ്ട്. ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കരടിയുടെ ഒരു ദൃശ്യം നേരത്തെ പുറത്തു വന്നതാണ്. ഇതിന് തുടർച്ചയായാണ് കരടി വീണ്ടും ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ചീരാൽ, ചീരാൽ എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. 1.5 കിലോമീറ്റർ അകലെയാണ് വനമുള്ളത്. ഒരുപക്ഷെ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വരുന്നതാകാം, പ്രദേശത്തുള്ള പൊന്തക്കാടുകളിലോ തോട്ടങ്ങളിലോ ഒക്കെ മറഞ്ഞിരിക്കുന്നുണ്ടാകാം, രാത്രി ഇറങ്ങുന്നുണ്ടാകാം എന്നുള്ളതൊക്കെയാണ് കരുതുന്നത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹാഷ്മി.